സ്റ്റുഡൻസ്. അപ്പോൾ കീം അലോട്ട്മെൻറ്റിൽ ഒരു മൈനോറിറ്റി ട്രസ്റ്റ് കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫോമർ പലരുടെയും പ്രൊഫൈൽ വന്ന് കിടക്കുന്നുണ്ട്. അതപ്പോൾ എല്ലാ കുട്ടികളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. ബേസിക്കലി അത് ഈ ഒരു മൈനോറിറ്റി ട്രസ്റ്റ് ഉള്ള കോളേജസിലേക്ക് മാനേജ്മെൻറ്റ് കോളേജസ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് കേരളത്തിലെ ചില മൈനോറിറ്റി ഇതുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ അത്തരം കോളേജസിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ആ പെർഫോമർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ആ സ്പെഷ്യൽ കോളേജിൽ ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് സീറ്റ് റിസർവ്ഡ് ഫോർ ആ പെർഫോമൻസ് സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇത് കിട്ടുക. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കോളേജസ് നോക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോട്ട റിസർവേഷൻ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണത് ചെയ്യേണ്ടത്. ജനറലായിട്ടുള്ള ഗവൺമെൻറ് കോളേജസിലൊന്നും തന്നെ വരുന്ന നോർമലായിട്ടുള്ള റിസർവേഷൻ അല്ല ഈ ഒരു റിസർവേഷൻ. നോർമലായിട്ട് പറയുമ്പോൾ മുസ്ലിംസിനാണെങ്കിൽ മുസ്ലിം റിസർവേഷൻ, ഈഴവയ്ക്കാണെങ്കിൽ ഈഴവ റിസർവേഷൻ, അങ്ങനെയൊക്കെ കേരളത്തിൽ കീം അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ പെർഫോമർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ കോളേജിൻ്റെ പെർഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ ക്രിസ്ത്യൻ കോളേജിൻ്റെ പെർഫോമേ ആയിട്ടാണ് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അയ്യോ നമ്മുടെ ഇത് മാറിക്കെടുക്കുകയാണല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ബേസിക്കലി കേരളത്തിൽ ക്രിസ്ത്യൻ കോളേജസും മുസ്ലിം കോളേജസും, അതുതന്നെ എല്ലാ ക്രിസ്ത്യൻ മുസ്ലിം കോളേജസിനും ന്യൂനപക്ഷ പദവി ഉണ്ടാവണമെന്നില്ല. ഓക്കെ.